അമ്മ പേണീറ്റുണ്ട്. എൻ്റെ സൗണ്ട് പുറത്തേക്ക് പോയ സമയം ഹേയ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. എനിക്കാണെങ്കിലും ഉറക്കാൻ വരുന്നില്ല, നല്ല തണുക്കുന്നുണ്ട്. ഞാൻ കാലിൽ അമ്മ പണിക്കിടാൻ കൊണ്ടുപോണേ സോക്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഇതേപോലത്തെ വേറെ സോക്സ് ഉണ്ട് കേട്ടോ. ഇതവിടെ ഞാൻ വിചാരിച്ചു ഇത് കയ്യിലിരുന്ന വല്ല സോക്സ് ആയിരിക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞുപോയി. കണ്ടോ, ഇത്ര ചെറിയ ഹോള്. എൻ്റെ കാലുപോലും കയറുന്നില്ല. 5 മണിയായില്ലേ. ഇപ്പം അമ്മ ഇട്ടിട്ട് അമ്മ എണീറ്റുണ്ടാവും. അമ്മ എണീറ്റ് കഴിഞ്ഞാൽ ഹാളത്ത് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങണ വാതിൽ തുറക്കും. അപ്പോൾ ഈ റൂമിലേക്ക് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അമ്മ തുറന്നിട്ടിട്ട് അമ്മ അടുക്കളയിൽ പോയിട്ട് പണിയെല്ലാം തുടങ്ങും. ഇപ്പോൾ ഓപ്പ് വെച്ചിട്ട് കാര്യമില്ല. തണുപ്പ് പുതപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വരിക. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. എനിക്ക് നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഉറക്കം വരുന്നില്ല. ഈ റൂമിൽ 9 തണുപ്പ് പറഞ്ഞാൽ 9 തണുപ്പ്. ചെക്ക അവിടെ കടന്നു ഉറങ്ങിക്കൊണ്ടിരിക്കണം. കാണുന്നുണ്ടോ, ഇതാ കിടക്കണം. ഇത്ര നേരം ഈ റൂമിൽ ലൈറ്റ് ഓൺ ആയിരുന്നു. 5 മണിയായല്ലോ. അമ്മ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഈ റൂമിൽ ലൈറ്റ് കണ്ട അപ്പോൾ പിടിക്കും ഞാൻ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട്. പാലുറക്കാൻ പറയും, എന്നെ നല്ല ചീത്ത പറഞ്ഞ് നല്ല ചീത്ത പറയും. എനിക്ക് തോന്നുന്നു ഈ ജനലിൻ്റെ ഭാഗത്തൊന്നും തുണി വെക്കാത്തതുകൊണ്ടാണ് തണുപ്പ് ഇങ്ങനെ വരുന്നതെന്ന്. ഇവിടെ ഒരു തുണിയുമില്ല. ഈ ബെഡ്ഷീറ്റ് അല്ലാതെ, ഈ പുതപ്പല്ലാതെ വേറൊരു തുണിയുമില്ല ഇവിടെ. ഉണ്ണീൻ്റെ ഹുഡി, പിന്നെ ആ ഹുഡി ഉണ്ട്, പിന്നെ മുണ്ടുണ്ട്. മുണ്ടുണ്ടായിട്ടാ. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കസാര അനക്കുന്ന ഒച്ചയ്ക്ക് കേൾക്കുന്നുണ്ട്. സംഭവം അമ്മ പേണീറ്റുണ്ട്. എൻ്റെ സൗണ്ട് പുറത്തേക്ക് പോയാൽ കഴിഞ്ഞ് തെങ്ങിനൊക്കെ വെക്കാൻ നോട്ടെ. ഫാനാണെങ്കിൽ കഴിഞ്ഞ് നല്ല ഒച്ച ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ പൊക്കിയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടാവും. മുണ്ട് ഈ ഭാഗത്ത് മാത്രം ഇടാൻ പറ്റുന്നുള്ളൂ. ഇവിടുന്ന് ഫാൻ അനക്കി കഴിഞ്ഞാൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ചെക്കനാണെങ്കിൽ എണീക്കുന്നില്ലല്ലോ. സമയം ഇപ്പോൾ എത്ര ആയിന്ന് അറിയില്ല. ഒരു മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇവരാണെങ്കിൽ മൊബൈൽ കുത്തിയും വെക്കൂല. കുറച്ച് വെള്ളം കുടിക്കാമല്ലേ. എൻ്റെ മൊബൈൽ ചാർജില്ല. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടില്ലേ, മൊബൈൽ അവിടെ കുത്തി വെച്ചിട്ട് ഉറങ്ങാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി നോക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ മൊബൈലിൽ ചാർജ് കുത്തി വെച്ചിട്ടില്ലേ, വെള്ളം കുടിക്കാൻ വേണ്ടി ഒക്കെയായിരുന്നു ലൈറ്റ് ഓൺ ആക്കിയിട്ട്. അപ്പോഴത്തേക്കും അമ്മ പെട്ടെന്ന് വാതിൽ തുറന്ന്, ഇനിയിപ്പോൾ ഈ റൂമിൽ ലൈറ്റ് കണ്ട അമ്മ എന്തായാലും പിടിക്കും. ഞാനില്ലേ മൊബൈൽ കുത്തി വെച്ചിട്ട് എല്ലാം ഉറങ്ങാനുള്ള വഴി എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ. അല്ലെങ്കിൽ നല്ല കേക്ക് പറഞ്ഞാൽ നല്ല കേൾക്കും. സൗണ്ടും പുറത്തേക്ക് കേട്ടാൽ അതും കഴിഞ്ഞ്. മഴയുണ്ടല്ലോ, അധികം പേടിക്കാനില്ല. നമ്മൾ വിചാരിച്ചോളും മഴേൻ്റെ സൗണ്ടായിരിക്കും. ഇപ്പം അടുക്കളയിലായിരിക്കും. ടാങ്ക് ഇട്ട് ഇപ്പോൾ ടാങ്കിൽ വെള്ളം അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മോട്ടർ ഓൺ ആക്കിയിട്ടിട്ട് എണീക്കുമ്പോൾ 2-3 മണിയാവുകയും ചെയ്യും. അച്ഛൻ്റെ നല്ല ചീത്ത കേൾക്കും, അമ്മേൻ്റെ നല്ല ചീത്ത കേൾക്കും. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല. ഇപ്പം എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കണ്ണിന് ഒരു ഉറക്കം വരുന്നൊരു ഫീലില്ലേ, അതങ്ങോട്ട് കിട്ടില്ല. ഫുള്ള് എനർജി ആയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ആക്കി വയ്ക്കുകയല്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ കണ്ണിന് കുറച്ച് ഉറക്കം കിട്ടുന്ന പോലെ ആയാലും കണ്ണ് തിരിയുമ്പോൾ ഇപ്പോൾ കണ്ണ് അത് ചെയ്യും തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ നല്ലോണം ഉറക്കം വരുന്ന തോന്നുന്നുണ്ട്. എനിക്കല്ല, എൻ്റെ കണ്ണിന് ഒരു പിടുത്തം പോലെ, നല്ല ഉറക്കം വരുന്ന ഒരു പിടുത്തല്ലേ, അതേപോലെ കണ്ണിന് ഫീലാവുന്നുണ്ട്. കോട്ടായി വന്നിട്ടേ പകുതിക്ക് എന്നിട്ട് പോവുക. അങ്ങനെ തിരുമ്പി മറിച്ചിട്ടൊക്കെ എങ്ങനെയൊക്കെ ഉറങ്ങാനുള്ള വഴി എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് മെല്ലെ കിടക്കട്ടെ. എപ്പോൾ എണീക്കുന്നോ അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് പരിപാടി? ഇപ്പം എത്ര മണിയായിന്നറിയാം എണീറ്റ്? 3 മണിക്കായപ്പോൾ എണീറ്റ്. ഇനിയിപ്പോൾ അകത്ത് പോയാൽ അച്ഛൻ്റെ തെറിയേക്കുന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. അടുക്കള വരെ പോയിട്ട് ഞാൻ പല്ല് കഴിഞ്ഞിട്ട് വേഗം വരാം. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇല്ല, മഴ ഉണ്ട് കേട്ടോ. സോക്സ് ഒന്നും ഊരിയിട്ടില്ല. ഇല്ല മോളോ, പൂച്ചക്കുട്ടീൻ്റെ ഉള്ളിൽ കയറി സമയം ഇന്നലെ ഉറങ്ങി കുറച്ച് ലേറ്റായി. പല്ലേ കേട്ടോ, പല്ലേ ചെയ്യണ്ട്. ഇപ്പൊ നല്ല കേൾക്കുന്നത് കേട്ടിട്ടില്ല. TV കണ്ടുള്ളൂ കിങ്ങിണി ഉണ്ടല്ലോ. അപ്പോൾ പല്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്ര മണിക്ക് ഉറങ്ങിയത്? ഒരു 5 മണിക്ക് നമ്മൾ ഫോൺ വെച്ച്, അത് കഴിഞ്ഞിട്ട് ഞാൻ കടന്നു കഴിഞ്ഞിട്ട് ഒരു
6 മണി എപ്പോഴോ ടൈം ആവാനായപ്പോഴായിരിക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവുക. 13, 14, 15. ആ ഒരു 5-10 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങിയിരിക്കുന്നു. അമ്മ വരുന്നുണ്ട്, അമ്മ പണി കഴിഞ്ഞ് വരുന്നുണ്ട്. ഏത് സോക്സ് നനഞ്ഞു പോകുന്നത്? ഞാൻ സോക്സ് മുളക് എന്തോ കഴിഞ്ഞ് കിടക്കുന്നു. ഇത് മറ്റേതല്ലേ, ഓട്ടട. എനിക്ക് നല്ല വെളുത്ത 2 ഓട്ടട മാത്രം വെച്ചിരിക്കും. ഞാൻ 10-15 തിന്നണ സാധനം. ഈ മഴയത്ത് എങ്ങനെ പ്രേമം കണ്ടുകൊടുക്കണ? പ്രേമം എന്താണ്? നല്ല കടിയുള്ള പാത്രത്തേക്ക് തലയിട്ട് നോക്കുക. അടിപൊളിയാ. കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് 2-3 വട്ടം തിന്നുന്നുണ്ട്. ഞാൻ ചോറ് കഴിച്ചിട്ട് ഇപ്പൊ വരാം. ഇത് തിന്നായിട്ട് ചോറും കഴിക്കണം. കടിവല്ല തിന്നായി കേട്ടോ. എനിക്കിപ്പോ ചോറ് തിന്നാ തോന്നുക. ചോറ് എടുത്ത് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ ഈ തണുപ്പത്ത് കൂടെ നടന്നപ്പോ എനിക്ക് മടിയാവുക. സത്യം പറയാം, ഈ റൂമിന്റെ പുറത്തിറങ്ങാതെ മടിയാവും എനിക്ക്. വയറ് നിറയണില്ല എന്നിട്ട് തിന്നിട്ടു. കുറെ തിന്നട്ടെ, വയറ് നിറയ്ക്കട്ടെ. വയറിലൊന്നും ഇല്ലെങ്കിൽ ഫുഡ് കഴിച്ച് ഇന്നല്ല നാളെ ഉണ്ടല്ലോ അമ്മൂമ്മേടിക്ക് പോകണം. അവരെല്ലാം പഴനിമല പോവുക. അപ്പോൾ നാളത്തെ വ്ളോഗിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയില്ല. അത് മാത്രമല്ല മറ്റന്നാൾ അവിടെ നിൽക്കണം. എനിക്ക് എൻ്റെ പോലെ നെറ്റുമില്ല, പൈസയില്ല. എങ്ങനെയാണ് വ്ളോഗ് അപ്ലോഡ് ആക്കും? ഡെയിലി വ്ളോഗ് കൊള്ളാമെന്നുള്ള പേടിയുണ്ട്. ഇനി എന്ത് വ്ളോഗ് എടുക്കുമെന്ന് അറിയില്ല, എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയില്ല. അമ്മ പായലൊന്നും ഒരച്ചേ പോവില്ല. അമ്മ എന്താ പൊട്ടത്തിന് കാണിക്കണേ? അമ്മ ആ മാങ്ങയൊന്നും എടുത്തിട്ടോ. അമ്മ നോക്ക്, സോക്സ് ഇട്ടിക്ക. മാങ്ങ എടുക്കണേ. അമ്മ താഴട്ടമ്മ. ഞാനല്ല അമ്മ പറഞ്ഞേ. ലാസ്റ്റ് വാങ്ങാമ്മ. അമ്മ നോക്ക്. അതാ പിന്നെയും കടിച്ച്. അമ്മ നല്ല മരം ഉണ്ടല്ലേ ഈ വഴിയിലുള്ള മരത്തെ. ലാസ്റ്റ് മാങ്ങ. അതാണ് ഈ അമ്മ വസ്തുവിനെ എടുത്തിട്ട് 4-5 കടി. എവിടെ നിന്ന് നനഞ്ഞ് പിണ്ടിയായി വന്നിട്ട് നമുക്ക്. എത്ര മണിക്കാരെ ഉറങ്ങിയേ? അമ്മ ഞാൻ നേരത്തെ ഉറങ്ങി. 12 മണിക്ക് ഉറങ്ങി. എന്നിട്ട് എണീറ്റ് 3 മണിക്കോ 3 മണിക്കല്ല, ഒരു 2 മണിയോ ഉച്ചക്ക്. കള്ളാൻ പറയാ. കിടക്കുന്നു സോക്സ് കിട്ടും. ഞാൻ ഇന്നലെ അമ്മേന്റെ സോക്സ് ഒരു സോക്സ് ഇടാൻ നോക്കി. ആ സോക്സ് അമ്മ ചെറുതാ, സോക്സ് വലുതും ഇടുന്ന ഭാഗം ചെറുതും. അടുത്ത എല്ലാ വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.